ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 54-ാമത്തെ സങ്കീർത്തനം ആണല്ലോ ധ്യാനിക്കുന്നത്. ദൈവം എനിക്ക് സഹായകൻ എന്നുള്ളതാണ് അതിന്റെ തലക്കെട്ട്. 7 വചനങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ടുള്ള ദൈവ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ. ശത്രുകരങ്ങളിൽ നിന്നും രക്ഷിച്ച ദൈവത്തിന് എല്ലായ്പ്പോഴും തുടർന്ന് നന്ദി പറയുവാനായിട്ട് ഈ ചെറിയ സങ്കീർത്തനം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ നിരന്തരമായ സംരക്ഷണവും സൗഹൃദത്തെയുമാണ് ഈ സങ്കീർത്തനം എടുത്തു പറയുന്നത്. ദൈവത്തെയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയും എതിർക്കുന്ന ശത്രുവിനെ ദൈവം തന്നെ നേരിട്ട് നിഷ്പ്രഭമാക്കുകയാണ്. ദൈവം തന്റെ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നവന്റെ യാചനകളും നിലവിളിയും ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എന്നാൽ നന്മയിലൂടെ ചരിക്കുന്നവനെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് സങ്കീർത്തകൻ എടുത്തെടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. കാരണം അവൻ മറ്റൊന്നുമല്ല, അവൻ നിരന്തരം ദൈവത്തിന്റെ സൗഹൃദത്തിലാണ്. നിരന്തരം അപേക്ഷിക്കുന്നവരെ, അവരുടെ യാചനകളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പിതാവായ ദൈവമേ, ഞങ്ങളെ ശത്രുക്കളുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകൾ കൈക്കൊള്ളുകയും അങ്ങയുടെ സൗഹൃദ വലയത്തില് ഞങ്ങളെ നിരന്തരം സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് മാത്രമാണ് നമ്മളുടെ പ്രാർത്ഥന. ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ദൈവ അനുഗ്രഹം നേരുന്നു. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.